നിറയെ കുത്തുള്ള ഒരു കുത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലാ. ഈ രാവിലെ മക്കളെ സ്കൂളിൽ വിടാൻ നേരത്തെ അല്ലെങ്കിൽ ജോലിക്കാരിക്കോ ബാച്ചിലേഴ്സിനോ ഒക്കെ എളുപ്പത്തിൽ കൂടിപ്പോയ ഒരു 7, 8, 10 മിനിറ്റ് അതിൻ്റെ അപ്പുറത്തേക്ക് എന്തായാലും നേരം പിടിക്കില്ല കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പം അതിനുണ്ടല്ലോ, ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ടെ 1 കപ്പ് റവ, 1 കപ്പ് ഒട്ടും പുളിയില്ലാത്ത തൈരും, 2 ടേബിൾ സ്പൂണോളം ചോറും, പിന്നെ ഒരു 1/4 കപ്പ് തുടങ്ങിയിട്ട് 1/2 കപ്പ് വരെ നമുക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നല്ല അടിച്ചെടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 പിഞ്ച് സോഡാപ്പൊടിയും പിന്നെ ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ കലക്കിയെടുക്കുക. ഇതാ ഈ കാണുന്ന ഈ ഒരു പാകില്ലേ, ഇതായിട്ട് നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായി കിടക്കുന്ന പാനിലോട്ടെ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഈ ദോശയൊക്കെ പരത്തുന്ന പോലെ പരത്തൊന്നും വേണ്ടിട്ടാ, അത് അവിടെ അങ്ങനെ കിടക്കട്ടെ. പയ്യെ അതിനിങ്ങനെ നിറയെ കുത്തുകളൊക്കെ വന്നോളും. ഒരു സൈഡ് വേവാനായിട്ട് ഏകദേശം 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ്, അതിൻ്റെ അപ്പുറത്ത് സമയമൊന്നും വേണ്ടിട്ട. അപ്പം എങ്ങനെയുണ്ട് നമ്മളുടെ നിറയെ കുത്തുള്ള കുത്തപ്പം, റവ കുത്തപ്പം അങ്ങനെയൊക്കെ പേരിടാല്ലേ നമുക്ക്. ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ തേങ്ങാ ചമ്മന്തിയോ തക്കാളി ചമ്മന്തിയോ ഉള്ളി ചമ്മന്തിയോ എന്ത് ചമ്മന്തിയാണെങ്കിലും സൂപ്പറാണ്. ഞാൻ ചമ്മന്തി അരക്കാനോ നിന്നിട്ടൊന്നുമില്ല കേട്ടാ. ഇവിടെ മാങ്ങാക്കറി ഇരിക്കണ്ടായിരുന്നു. ഏത് നമ്മളുടെ ആ ഒരു അങ്കമാലിക്കാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മാങ്ങാക്കറി, അങ്കമാലി മാങ്ങാക്കറി. ആ ഒരു മാങ്ങാക്കറി നമ്മളുടെ കുത്തപ്പം, ഇത് രണ്ടുമായിരുന്നിട്ട് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ താഴത്ത് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടാ.